ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷൻ ഓഫ് ഇഫ് ഫോർമുല ആൻഡ് വി ലുക്ക് ഫോർമുല. ഈ ഫോർമുലയുടെ നമ്മൾ അഡ്വാൻസ്ഡ് ഫോർമുലയിലേക്കാണ് വരുന്നത്. ദാറ്റ് മീൻസ് പാർട്ട് 3. പാർട്ട് 3 നമുക്ക് ഒരു സിനാരിയോ ഉണ്ട്. ഇവിടെ മന്ത് വൈസ് സെയിൽ റീജിയൻസ്. നമുക്ക് ഇത്രയും റീജിയൻ സെയിൽ നമുക്ക് ഒരു ചാർട്ടിൽ കൊണ്ടുവരണം. ദാറ്റ് മീൻസ് സിംഗിൾ ചാർട്ടിൽ നമ്മൾ എല്ലാ റീജിയനെയും നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതിന് നമുക്കൊരു ഉപയോഗിക്കുന്ന മെത്തേഡാണ് നമുക്ക് ഈ ഫോർമുല ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ റീജിയൻസിനെല്ലാം കോപ്പി ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത് ട്രാൻസ്പോസ് ചെയ്യാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു നെയിം ക്രിയേറ്റ് ചെയ്യണം. നെയിം ബോക്സിൽ വന്നിട്ട് നമ്മൾ നെയിം ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതൊരു ഏരിയ ആയിട്ട് ടൈപ്പ് ചെയ്യണം. ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് കൂടെ ഡാറ്റ വാലിഡേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഏരിയ വന്നിട്ട് ഒരു നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ K11 സെല്ലിൽ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ വാലിഡേഷൻ വരാം. ഡാറ്റ വാലിഡേഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ അവിടെ സോഴ്സിൽ നമ്മൾ F3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് നെയിം മാനേജർ ക്രിയേറ്റ് ചെയ്തെന്ന് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇവിടെ F3 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഓപ്ഷൻ വരും സ്ക്രോൾ ചെയ്യാൻ. ഇപ്പം നോർത്തോ അല്ലെങ്കിൽ സൗത്തോ പല ഓപ്ഷൻ വരും. ഇത് എന്തിനാണ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഒറ്റ ഏരിയയിലാണ് നമ്മൾ ഇനി 4 ഫോർമുല ഒടുക്കി കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് വി ലുക്കപ്പ് ചെയ്യാൻ പോകണം. ദാറ്റ് മീൻസ് ആ ഡാറ്റേനെ വെച്ചിട്ടായിരിക്കും ഞാൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണത്. ഇപ്പം നമ്മളിവിടെ ഒരു ഫോർമുല ഏതാണ്? ഈ ഫോർമുല ഏതാണ്? ഈ ഫോർമുല നമ്മൾ ഉദ്ദേശിക്കുന്നതേ ഇപ്പോൾ K11 എന്താണ് കണ്ടീഷൻ ഉള്ളത് അതിൻ്റെ ബേസ് ചെയ്താണ് വി ലുക്കപ്പ് ഫോർമുല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കാണാം ഇഫ് എഴുതിയിട്ട് ഇഫ് കണ്ടീഷൻ തരും K11 കൊണ്ട് ഈസ്റ്റ്. ഇപ്പോൾ നമ്മളവിടെ ഈസ്റ്റാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏത് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്യാം. അത് ഈക്വൽ ടു K11 നോർത്ത് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഡബിൾ അപ്പോസ്ട്രോഫി നോർത്ത് ടൈപ്പ് ചെയ്തു. നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് അതാണ്. നോർത്ത് ആണെങ്കിൽ നമുക്ക് വരേണ്ട വാല്യൂ പറഞ്ഞാൽ വി ലുക്കപ്പ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോമ വി ലുക്കപ്പ് ഫോർമുല. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ മുമ്പ് ട്രൂ ഓർ ഫോൾസ് എഴുതി ടെക്സ്റ്റ് എഴുതി ഫോർമുലാസ് എഴുതി ഇനി നമ്മൾ അഡ്വാൻസ് ഫോർമുല എഴുതാൻ പോകണം. ഇപ്പോൾ വി ലുക്കപ്പ് ഫോർമുലയിൽ ദാറ്റ് മീൻസ് ജനുവരി ഓപ്ഷൻ നമ്മൾ ലുക്കപ്പ് വാല്യൂ എടുത്തിരുന്നു. കോമ ടേബിൾ അറേറ്റ് സെലക്ട് ചെയ്യണം. ഫുൾ റീജിയൻ സെയിൽ സെലക്ട് ചെയ്തു. അത് നമ്മൾ ഓപ്ഷണൽ റെഫറൻസ് കൊടുത്ത് F4 കൊടുത്ത് ലോക്ക് ചെയ്യണം. കോമ ഇപ്പം നോർത്ത് ആണെങ്കിൽ നമുക്ക് പറഞ്ഞ സെക്കൻഡ് കോളമാണ്. സോ സെക്കൻഡ് കോളത്തിലാണ് നോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ചെയ്യുക. കോമ 0 ദാറ്റ് മീൻസ് എക്സാക്ട് മാച്ച് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷന് വീണ്ടും കോമ ഇഫ് എഴുതണം. മുമ്പ് ചെയ്ത പോലെ തന്നെ വീണ്ടും കോമ എഴുതിയിട്ട് ഇഫ് നമ്മൾ പാർട്ട് 2 ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെയും ഓപ്ഷൻ ചെയ്യുന്നു. ഇനി K11 ദാറ്റ് മീൻസ് നമ്മൾ വീണ്ടും ആ സെൽ റീജിയൻ ഏരിയ സെൽ ഏതാണ് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ റെഫറൻസ് കൊടുക്കുക. ഈക്വൽ ടു ഡബിൾ അപ്പോസ്ട്രോഫി സൗത്ത്. ദാറ്റ് മീൻസ് സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ സൗത്ത് ആണ് വരണമെങ്കിൽ നമുക്ക് വരേണ്ട വാല്യൂ സൗത്തിൻ്റെ സെയിലാണ്. കോമ വി ലുക്കപ്പ് ഫോർമുല ടൈപ്പ് ചെയ്തിട്ട് ലുക്കപ്പ് വാല്യൂ ഇട്ട് ജനുവരി സെലക്ട് ചെയ്യുക. കോമ ടേബിൾ അറേ എടുക്കുക. ഫുൾ ഡീറ്റെയിൽസ് ടേബിൾ അറേ എടുക്കുക. നമ്മൾ ഉടനെ സെലക്ട് ചെയ്തിട്ട് ഫുൾ ടേബിൾ അറേ എടുത്തു. അപ് ടു ഈസ്റ്റ് വരെയുള്ള സെൽ എടുക്കുക. ഇവിടെ വീണ്ടും F4 ക്ലിക്ക് ചെയ്തിട്ട് സെല്ല് ലോക്ക് ചെയ്യുക. ഓപ്ഷൻ റെഫറൻസ് എടുക്കുക. കോമ 4 സോറി നമുക്കിവിടെ വരേണ്ടത് ഇപ്പോൾ ഇവിടുത്തെ സൗത്ത് ആയതുകൊണ്ട് സെക്കൻഡ് കോളാണ് വരുന്നത്. അപ്പോൾ അത് തേർഡ് ആയിട്ട് വരും. ഇപ്പോൾ 3,0 വീണ്ടും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വീണ്ടും കോമ ടൈപ്പ് ചെയ്തിട്ട് ഇഫ് അടുത്ത കണ്ടീഷൻ ദാറ്റ് മീൻസ് K11 ഈക്വൽ ടു വെസ്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ വീണ്ടും ഓപ്ഷൻ റെഫറൻസ് ഇട്ടിട്ട് ഈക്വൽ ടു വെസ്റ്റ് ഡബിൾ അപ്പോസ്ട്രോഫി കോമ ഈ വെസ്റ്റ് ആണെങ്കിൽ അവിടെ വരേണ്ടത് കണ്ടീഷൻ ഫേവർ ആണെങ്കിൽ വി ലുക്കപ്പ് J12 കോമ ഫുൾ റീജിയൻ സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആ ഏരിയ ഫുൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് വെസ്റ്റ് ആണെങ്കിൽ വരേണ്ടത് 4th കോളാണ്. ദാറ്റ് മീൻസ് മന്ത് നോർത്ത് സൗത്ത് വെസ്റ്റ് 4th കോളാണ് വരേണ്ടത്. സോ കോമ 4 കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അടുത്ത കണ്ടീഷൻ വീണ്ടും നമുക്ക് 4th കോളം കൂടി ഉണ്ട് ഈസ്റ്റ്. സോ ഇഫ് ഈസ്റ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് K11 സെലക്ട് ഈസ്റ്റ് ഏരിയ ആണെങ്കിൽ ബ്രാക്കറ്റ് അവിടെ K11 സെലക്ട് ചെയ്തിട്ട് F4 ക്ലിക്ക് ചെയ്യുക ലോക്ക് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ സെല്ല് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ ചേഞ്ചസ് വരും. ഈക്വൽ ടു ഈസ്റ്റ് ഡബിൾ അപ്പോസ്ട്രോഫി ഈസ്റ്റ് സ്പെല്ലിംഗ് ചെയ്താൽ ഡബിൾ അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്യുക. കോമ
അവിടെ വരേണ്ട വി ലുക്കപ്പ് ഫോർമുല വെച്ചാൽ വി ലുക്കപ്പ് ജനുവരി സെലക്ട് ചെയ്യുക, കോമ ആ ടേബിൾ അറേ സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള എല്ലാ സെയിൽസിൻ്റെയും ഡേറ്റ് സെലക്ട് ചെയ്യുക, കോമ അഞ്ചാമത്തെ കോളത്തിലാണ് നമുക്ക് ഈസ്റ്റ് വരുന്നത്. സോ ഫിഫ്ത്ത് കോളം കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ 4 കണ്ടീഷൻ ആയതുകൊണ്ട് 4 ബ്രാക്കറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട്. ഇവിടെ നമുക്ക് വരും എക്സൽ തന്നെ പോപ്പപ്പ് ചെയ്യാം മെസ്സേജ്, എത്ര ബ്രാക്കറ്റ് വേണമെന്ന് മെസ്സേജ് പോപ്പപ്പ് ചെയ്യും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ ഫുൾ കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സിനാരിയോ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനി വേണ്ടത്, ഇനി എനിക്ക് ഓരോ ഏരിയ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇല്ല, ദാറ്റ് മീൻസ് എത്ര കോളംസ് ഉണ്ടെങ്കിലും സിംഗിൾ കോളത്തിലേക്ക് ഇവിടെ വരും. നമുക്ക് വേണ്ട ഏതാണോ അത് കാണാൻ പറ്റും. ഇത് കൂടുതലും ഡാഷ്ബോർഡ് ക്രിയേഷൻ അല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നതിലൊക്കെ ഉപയോഗിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഗ്രാഫിലേക്ക് കൊണ്ടുവരാം. ഗ്രാഫിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണ പോലെ തന്നെ ഇപ്പോൾ ഈ ടേബിളിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് ഗ്രാഫ് വരേണ്ടതെന്ന് വെച്ചാൽ ഈ ഓപ്ഷനാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാം, ഇത് ഏരിയ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസെറ്റിൽ വരാം. ഏത് ചാർട്ട് ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ബാർ ചാർട്ട് കൊടുത്ത് ബാർ ചാർട്ട് കൊടുക്കാം, ബാർ ചാർട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഒരു ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ ഇവിടെ ജസ്റ്റ് Ctrl+1 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഇവിടെ ഗ്യാപ്പ് വിടുതൽ നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് കുറച്ച് ഗ്യാപ്പ് കുറയ്ക്കണം. നമ്മളെ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഗ്യാപ്പ് സൈസ് കുറയ്ക്കുക. ഓട്ടോമാറ്റിക് ഇവിടെ ഗ്യാപ്പ് സൈസ് കുറയും. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ എന്തെങ്കിലും ഫോർമാറ്റ് എന്തെങ്കിലും ചാർട്ട് ഭംഗിയാക്കാൻ വേണ്ടി പല ഓപ്ഷൻസ് ചെയ്യാം. ജസ്റ്റ് ഗ്രിഡ് ലൈൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ടേബിൾ ആൻഡ് ഡാറ്റ ലേബിൾ കൊണ്ടുവരാം. അങ്ങനെ സാധാരണ നമുക്ക് ചാർട്ടിൽ എന്തൊക്കെ ചെയ്യണം കൊണ്ടുവരാം. അതിൽ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമ്മളിവിടെ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുന്നവരും ഗ്രാഫും മാറും, അതേപോലെ നമുക്കിവിടെ എൻ്റെ സബ് ടൈറ്റിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ നോർത്തിലെ സെയിൽ 2111 നടത്തുന്നത്, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം 2151 ജനുവരിയിൽ വന്ന സെയിൽ. ഇത് ഇവിടെ വെസ്റ്റിലും മാറുന്നവരും സെയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ നമുക്ക് ഒരുപാട് സാധാരണ ഗ്രാഫിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് 13 മുതൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഗ്രാഫിലൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ചാർട്ടുകൾ മാറ്റാനും പറ്റും. സോ ഇത് ഒരു ഡാഷ്ബോർഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരുപാട് ചാർട്ട് കാണിക്കുന്ന റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഇഫും വി ലുക്കപ്പ് ഫോർമുലയുടെയും കോമ്പിനേഷൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇഫ് വെച്ചിട്ട് തന്നെ നമുക്ക് മറ്റുള്ള സമ്മോ അല്ലെങ്കിൽ എല്ലാ ഫോർമുലയും കോമ്പിനേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിനാരിയോസിൽ ഇത് ഉപയോഗിക്കാനും, അതുപോലെ ഇത് വളരെ ടൈം സേവിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ കൂടിയാണ്. ഒരുപാട് 10 ചാർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് കണ്ടീഷൻ ഫോർമുല ചെയ്യുന്നതിന് പകരം ഒറ്റ ഫോർമുല തന്നെ ഇത് എഴുതാൻ സാധിക്കും. സോ നന്നായി പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ കൂടുതൽ വീഡിയോസ് ആൻഡ് ട്രിക്സിന് വേണ്ടി നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എക്സലിൻ്റെ കോഴ്സ് എൻറോൾ ചെയ്യാനും നമുക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടിപ്സിന് വേണ്ടി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.